മരണത്തെ ഓർക്കുന്നതിന് വേണ്ടി മുജാഹിദുകളായ ഞങ്ങളും സിയാറത്തിന് പോകാറുണ്ട്. ആ സിയാറത്തിന് പോകുന്ന കോലം, അവിടെ ചെയ്യുന്ന രൂപങ്ങൾ ഒന്ന് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കാം. അതിലപ്പുറോ ഇപ്പുറോ ഒന്നും വേണ്ട. ആ സിയാറത്ത് ചെയ്യുന്ന രൂപം വ്യക്തമായി ഒന്ന് വിശദീകരിക്കാം. ഈ ഇരിക്കുന്ന എല്ലാവർക്കും അത് കേൾക്കണം. ആ വ്യക്തമായിട്ടൊന്ന് വിശദീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് നിങ്ങൾ സിയാറത്ത് ചെയ്യണം എന്ന്. ഞാൻ മുമ്പ് സമസ്തയിലായിരുന്ന കാലഘട്ടത്തിൽ മുജാഹിദിലേക്ക് അതിൻ്റെ ആശയങ്ങൾ പഠിച്ച് കടന്നു വരുന്ന സമയത്ത് ആളുകൾ പറഞ്ഞത് മുജാഹിദുകൾക്ക് സിയാറത്തില്ല, അവർക്ക് ഔലിയാക്കളില്ല, അവർക്ക് സ്വലാത്തില്ല, അവർ നിസ്കരിച്ചാൽ ദുആ ചെയ്യൂല, അവർ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യൂല. ഇങ്ങനെ 100 കൂട്ടം കളവുകളായിരുന്നു അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ അൽഹംദുലില്ലാ ഈ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ സിയാറത്തുണ്ടോ ഇല്ലേ, മരിച്ചവർ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ലേ, സ്വലാത്ത് ചൊല്ലാറുണ്ടോ ഇല്ലേ, എനിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ സുഹൃത്തിന്റെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്, അതൊന്ന് പറഞ്ഞിരണമെന്നാണ്. ഞാൻ ഇപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. എൻ്റെ ഉപ്പയുടെ ഖബറിങ്കൽ പോയിട്ട്. എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പത്തിൽ മരിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ, ആഖിറത്തെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കാൻ നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്തപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഖബർ സിയാറത്ത് ചെയ്യുന്നു, മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു, നമ്മൾ മരിക്കുമെന്ന് ചിന്തിക്കുന്നു. ഇത് നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇത് നമ്മൾ ഓരോരുത്തരും ചെയ്യാറുള്ളതാണ്. മരണപ്പെട്ട മാതാപിതാക്കൾ, മറ്റാളുകൾക്കൊക്കെ വേണ്ടി, പള്ളിക്കാട്ടിലുള്ള ഏത് കബറാളിക്ക് വേണ്ടിയും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാമം ഇവിടെ വന്ന് കിടക്കേണ്ടവരാണെന്ന് ചിന്തിക്കും. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരും, അവരോട് സലാം പറയും. ഇതാണ് അതിൻ്റെ രൂപം. ഇതിൻ്റെ അപ്പുറം ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് അവിടെ പട്ടുവിരിക്കുന്നത്, അവിടെ തുണി മൂടുന്നത്, അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നത്, അവിടെ ഉറൂസ് കഴിക്കുന്നത്, ഏറ്റവും ഒടുവിൽ ഖബർ നീണ്ടുവെന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് പോലും ബിസിനസിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുണി വിരിച്ചിട്ടില്ല, ചന്ദനത്തിരി കത്തി, ഉറൂസ് നടത്തിയിട്ടില്ല, ആനയെ കൊണ്ടുവന്നിട്ടില്ല, അവിടെ സിനിമാറ്റിക് ഡാൻസും നടത്തിയിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും നടക്കുന്ന കേരളത്തിലുള്ള ഖബറിടങ്ങളിലുണ്ട്. നമ്മൾ അതിനെയാണ് ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു സിയാറത്ത് ഇസ്ലാമിലില്ല എന്നത് ഉറപ്പാണ്. മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അവർക്ക് അതിന്റെ ഉപകാരം ലഭിക്കുമോ? മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നിർബന്ധമാണ്. ഇസ്ലാമിൽ നിർബന്ധമായൊരു കാര്യമാണ്. ഒരു ഉപകാരമില്ലാത്തൊരു പണി അള്ളാഹ് നിർബന്ധമാക്കുമോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 4 കാര്യമാണ് ഈ സമൂഹത്തിന് നിർബന്ധമുള്ളത്. അതിലൊന്ന് അവരെ കുളിപ്പിക്കണം, 2 കഫൻ ചെയ്യണം, മറ്റൊന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഔദ്യോഗികമായ രൂപമാണ് സ്വലാത്ത്, മയ്യത്ത് നമസ്കാരം. അതൊരു ദുആയാണ്. പിന്നീട് അവരെ ഖബറടക്കണം. പിന്നീട് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തു തരണേ, മാത്രമല്ല ഞങ്ങളെപ്പോലെ മുഅ്മിനീങ്ങളായ മുൻകടിഞ്ഞു പോയവരുമുണ്ട്, അവർക്കും പുറത്തു കൊടുക്കണേ. അള്ളാഹ് പഠിപ്പിച്ചതാണിത്. എന്ത് ചോദ്യമാണ്? മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് നമുക്കും പുണ്യമുണ്ട്, അവർക്ക് പുണ്യമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളോടത് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഭൗതികമാണോ അഭൗതികമാണോ? മനസ്സിലായില്ല, ഒന്നുകൂടി ചോദിക്കുക. ഏത് ഭൗതികമാണോ? നമ്മുടെ അവർക്ക് ദുആ ചെയ്താൽ ഉപകാരം കിട്ടുന്നത് ഭൗതികമാണോ അഭൗതികമാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവർക്ക് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടോളണമെന്നൊന്നുമില്ല. അള്ളാഹു എന്താണോ ആ മനുഷ്യന്റെ കാര്യത്തിൽ തീരുമാനിച്ചത് അത് നടപ്പിലാക്കും. അത് നമ്മുടെ കാര്യത്തിലല്ല, അഥവാ ഭൗതികമായൊരു ബന്ധോധനില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന്റെ പുണ്യം കിട്ടുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ഖിറാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പുണ്യം വിശദീകരിച്ച കാര്യമാണ്. അപ്പൊ അള്ളാഹുവാണ് ആ മരിച്ചുപോയ മനുഷ്യർക്ക് നന്മയോ തിന്മയോ ചെയ്യുന്നത് നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മുടെ കർമ്മങ്ങൾക്ക് നമുക്ക് പ്രതിഫലം കിട്ടും. അതാണ് അതിന്റെ ഉത്തരം. ഭൗതികമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നു അത് അഭൗതികമാണ് എന്ന്. മരിച്ചവരിൽ അഭൗതികമായ കഴിവ് വല്ലതും ഉണ്ടാകുമോ? മരിച്ചവർക്ക് എന്താ കൊടുക്കുക? മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞു അത് ഒരിക്കലും ഭൗതികമല്ല. ഏത് അങ്ങനെ ഒരു ദുആ ചെയ്തത് അവർക്ക് ഉപകാരം ലഭിക്കുന്നതും അള്ളാഹുവിൽ നിന്നാണ്, ഭൗതികമല്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഓക്കെ. ആ മരിച്ചവർക്ക് ആ ഉപകാരം ലഭിക്കുന്ന രൂപം
മരിച്ചവരിൽ നിന്ന് അഭൗതികമായിട്ട് മരിച്ചവർക്ക് വല്ലതും സംഭവിക്കുമോ? അഭൗതികമായത് വല്ലതും മരിച്ചവർക്ക് സംഭവിക്കുമോ? നമുക്കറിയില്ലത്. കാരണം അഭൗതികമായ കാര്യം നമുക്കറിയാത്ത കാര്യം എന്നാണ് അതിന്റെ മലയാളം. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്താൽ അത് സംഭവിക്കുമെന്നാണ്. അറിയില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് അള്ളാഹുവിങ്കലാണ്. ചിലപ്പോൾ അവർക്ക് നന്മ കൊടുക്കും, ചിലപ്പം പുറത്തു കൊടുക്കും, ചിലപ്പോൾ പുറത്തു കൊടുക്കാതിരുന്നേക്കാം. എല്ലാം അള്ളാഹുവിന്റെ പക്കലാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാന്നുള്ളത് നമ്മളോട് പറഞ്ഞു. അള്ളാഹുവാണ് അതിന് ഉത്തരം ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, വളരെ ഉപകാരമായി. മരിച്ചവരിൽ അഭൗതികമായ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങളിപ്പോൾ സമ്മതിച്ചു. ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ളത് ബദരീങ്ങളെ കാക്കണേ, മമ്പുറത്തെ തങ്ങളെ കാക്കണേ. അത് ഭൗതികമാണോ അഭൗതികമാണോ? നിങ്ങളുടെ ഈ ചോദ്യം നേരത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യമല്ല. ഇവിടെ പറയാത്ത സംഗതികൾ പറഞ്ഞു എന്ന് സ്വയം പ്രഖ്യാപിച്ചതുകൊണ്ട് തക്ബീർ ചൊല്ലാൻ ഈ സദസ്സിൽ ആരുമില്ല. ഇവിടെ മമ്മൂട്ടി മുസ്ലിയാർ പറയാത്ത കാര്യങ്ങളാണ് താങ്കൾ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിക്കുകയും പിന്നീട് മറ്റൊരു ചോദ്യം ചോദിക്കുക, ആ ചോദ്യം സ്വീകരിക്കുന്നില്ല, അടുത്ത ആൾക്ക് മൈക്ക് കൈമാറുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അയാൾ പൊയ്ക്കോട്ടെ. കാരണം എന്താ അറിയോ, ഇത് ഇവരെ പതിവ് ശൈലിയാണ്. വിഷയം ഒരു ഭാഗത്ത് നിൽക്കും, എന്നിട്ട് ഇവര് പറയുന്നിടത്തേക്ക് ആണ് കാര്യങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കും. ഒരുപാട് വിഷയങ്ങൾ എങ്ങനെ ഇപ്പൊ സിയാറത്ത് തന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. സിയാറത്തിനെ എതിർക്കുന്നു മുജാഹിദുകൾ. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ നമ്മൾ സിയാറത്തിനെ എതിർത്തില്ല, സലാത്തിനെ എതിർക്കും. നമ്മൾ സലാത്തിനെയാണോ എതിർത്തത്? അല്ല, സലാത്തിന്റെ പേരിൽ ഇവിടെ നടത്തുന്ന ചൂഷണത്തെയാണ്. അല്ലെ, സലാത്ത് നഗറുകൾ, സലാത്ത് വാർഷികങ്ങൾ, സലാത്തിന്റെ വക നേർച്ചകൾ, എങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എതിർത്തത്, സലാത്തിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളെയാണ് നമ്മൾ എതിർത്തത്. പക്ഷെ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എന്താണെന്നറിയോ, കണ്ടോ ഇവർക്ക് റസൂലുള്ളാഹിയുടെ സ്നേഹമില്ല. അതുപോലെ ഞാനിപ്പോ ഇവിടെ എന്താ പറഞ്ഞത്, മരിച്ചുപോയ ആളുകൾക്ക് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരം അതിന്റെ കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കുന്നതോ അള്ളാഹുവിന്റെ പക്കലുള്ള കാര്യമാണ്. നമുക്കറിയില്ല. അള്ളാഹു ചിലപ്പം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചേക്കാം, തള്ളിയേക്കാം. അപ്പൊ അയാൾ പറയാണ്, മരിച്ചവർക്ക് അഭൗതികമായ ചില കഴിവുകളൊക്കെ ഉണ്ട്, നിങ്ങൾ സമ്മതിച്ചല്ലോ. അതവിടെ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ വിഷയവുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ബദരീങ്ങളോട് ചോദിച്ചാൽ അഭൗതികമാണോ അല്ലെങ്കിൽ ഭൗതികമാണോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. നേരത്തെ ഇവിടെ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി നമ്മൾ സൂചിപ്പിച്ചതാണ്. ബദരീങ്ങൾ മഹാന്മാരാണ്. പക്ഷെ അവരോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഇപ്പൊ ബദർ മൗലിദിലൂടെ, ബദർ മങ്കു, അതേപ്രകാരം തന്നെ ബദർ ബൈത്തിലൂടെ മരിക്കുന്ന സമയത്ത് പോലും ബദരീങ്ങളെ തണൽ കിട്ടണമെന്നാണ്, കൂടണ്ടാണെന്നാണ്. അള്ളാഹു ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ, ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദൂതന്മാർ ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ, ഖുർആനാണ്. അവിടെ പോയടോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആളുകളെന്നാണ്. ഒരാളും ഉണ്ടാവില്ല എന്നാ ഖുർആൻ പറഞ്ഞിരുന്നത്. ഒരു ബദരീങ്ങളും നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെ ഉണ്ടാവില്ല. ഇത് ഖുർആന്റെ നസ്സാണ്. അവിടെയാണ് ഇവർ ബദരീങ്ങളുടെ തുണ കിട്ടണേ മരിക്കുന്ന സമയത്ത് എന്ന് ദുആ ചെയ്യുന്നത്. ബദരീങ്ങളുടെ തുണ ഈ രൂപത്തിൽ അവരോട് ആവശ്യപ്പെടുന്നതിന് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു പ്രമാണവുമില്ല. നമ്മുടെ വിഷയം അന്ധവിശ്വാസമാണ്. അത് അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്.